ഞാൻ ഈ ബോക്സും പിടിച്ച് കുത്തിയിരിക്കണം എന്താണെന്ന് മനസ്സിലായോ? അതാണ് മക്കളെ നമ്മുടെ ട്രെൻഡിങ് ആയ കിളിക്കൂട്. അതിന്റെ പരിപാടിയിലാണ് ഞങ്ങൾ. വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായെങ്കിലും എഡിറ്റ് ചെയ്യാനുള്ള ഒട്ടുക്കത്തെ മടി കാരണം ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതാണ് ഇത്ര ലേറ്റായി പോയത്. മടിയൻ മല ചുമക്കുമെന്നാണല്ലോ പ്രമാണം. പക്ഷെ ഞാനൊരു മടിയനല്ല, മടിച്ചിയായതുകൊണ്ട് രക്ഷപ്പെട്ടു. പിന്നെ ഇതിനാവശ്യമായ പല സാധനങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്നതൊന്നും അല്ല കേട്ടോ. ഇത് നമ്മുടെ തൊട്ടടുത്ത് നിന്ന് വാങ്ങിയ സാധനങ്ങൾ. ഇത് ചെടിയായാലും പിന്നെ നമുക്ക് ഈ ചെടിയുടെ കൊണ്ടകളെല്ലാം മുറിച്ച് മാറ്റി കൊടുക്കണം കേട്ടോ. പിന്നെ പൊതുവേ ഞാനൊരു മടിച്ചിയായതുകൊണ്ട് ഈ പണികളൊന്നും ഞാനല്ല ചെയ്തത്, എൻ്റെ കെട്ടിയവനാണ്. ഈ ചെടി ഞങ്ങൾ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്ത് നിന്ന് വാങ്ങിയതാണ്. ഈ ചെടി നമ്മൾ ഇറക്കി വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു കറുത്ത പാട്ട അല്ലെങ്കിൽ ബക്കറ്റ് മതി. ഈ ബക്കറ്റിനകത്ത് കുറച്ച് ഏറ്റവും അടിയിലായിട്ട് ഓട് കഷ്ണങ്ങളൊക്കെ വിതറി മണ്ണിട്ടു, ചെടി വളരാനായിട്ട് വളമിട്ടു, പിന്നെ ഇത്രയൊക്കെ തന്നെ. പിന്നെ മനോഹരമായിട്ടുള്ള കല്ലുകളൊക്കെ വിതറി, പിന്നെ അതിൻ്റെ ചുറ്റുമുള്ള കമ്പിയെല്ലാം കട്ട് ചെയ്തിട്ട് അത് നന്നായിട്ട് ഫിക്സ് ചെയ്ത് വെച്ച്, പിന്നെ ചെടി പക്ഷികൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് കുടങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മൾ ചെയ്തത് മേൽക്കൂരയാണ്. മേൽക്കൂര വന്നിട്ട് നമ്മൾ പഴയ ഫാനിൻ്റെ ഒരു മൂട് കൊണ്ട് കവർ ചെയ്ത് കൊടുത്തു. പിന്നെ അതിന് ഊഞ്ഞാലാടാനായിട്ട് അങ്ങനെ അതിനാടി ഇരിക്കാനുള്ള ഊഞ്ഞാലായി. ഇനി എനിക്കുള്ള ഊഞ്ഞാൽ എപ്പോൾ കെട്ടിത്തരുമെന്തോ. എന്തായാലും ഞാനാണ് ഇപ്പോഴത്തെ ഹെൽപ്പർ കേട്ടോ. എല്ലാ കാര്യങ്ങളും ഞാനാണ് എടുത്തൊക്കെ സഹായിച്ചു കൊടുക്കുന്നത്. പിന്നെ ഇതിന് വേണ്ട ഡോറൊക്കെ സെറ്റാക്കി കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ആ കമ്പിയെല്ലാം മുറിച്ച് മാറ്റുവാണേ. അങ്ങനെ അതിനുള്ള ഡോറൊക്കെ സെറ്റാക്കി കൊടുത്ത്. അല്ല, ഞാൻ ജോലി എടുക്കുന്നില്ല എന്ന് ഇപ്പം ആരാ പറഞ്ഞേ? ഇച്ചാൻ ജോലി ചെയ്യുമ്പോൾ കൂടാന്ന് വർത്താനം പറയുന്നത് ഒരു ജോലിയല്ലേ? അങ്ങനെ ഞങ്ങൾ 2ഉം 3ഉം പറഞ്ഞുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ ഇച്ചായൻ ചെയ്തുകൊണ്ടിരിക്കുവാണ്. കൂടെ നിന്ന് ഞാനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങൾ, ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട്, ഞങ്ങളിപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന് അവസാനം രാത്രി ആയിട്ടുണ്ട്. ഇപ്പോഴാണ് ഞങ്ങൾക്ക് സമയം കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കിളിക്ക് വരുന്ന ഭക്ഷണവും വെള്ളവും വെച്ച് കൊടുക്കാനുള്ള പാത്രമൊക്കെ സെറ്റ് ചെയ്യുക എന്നതാണ്. അതൊക്കെ വെച്ച് കൊടുത്തു. ഇനി കിളിക്ക് വരുന്ന ഫുഡ് അത് വെച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം ഞങ്ങൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡോറാണിത്. ഡോർ വന്നിട്ട് നമുക്ക് കെട്ടി വയ്ക്കാൻ വേണ്ടിയിട്ട് തുറക്കാനും അടയ്ക്കാനും ഒക്കെ. ഇനി നമുക്ക് ഫിഞ്ചസിനെ ഇട്ടാൽ മതി. അപ്പോൾ ഫിഞ്ചസിനെ ഇടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി കാണാം. സ്റ്റേ ട്യൂൺ. ബൈ ബൈ.